ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും വർത്താനം എന്തൊക്കെയാണ്? എല്ലാവരുടെയും നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞോ? പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ പണികളും തിരക്കുകളിലൊക്കെ ആയിരിക്കും അല്ലേ. എന്ത് തിരക്കണമെങ്കിലും കുറച്ച് സമയം നമ്മുടെ വീഡിയോ കാണാനൊക്കെ മാറ്റി വെക്കാം കേട്ടോ എല്ലാവരും. പിന്നെ ഞാൻ കമൻ്റൊക്കെ കണ്ടു. എൻ്റെ കുറച്ച് ആളുകളാണെങ്കിലും കാണാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കെങ്കിലും വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ ഈ നനച്ചുള്ളിപ്പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഓരോ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി വരുന്നുണ്ട് കേട്ടോ. ഇനി ഡപ്പിയും കുപ്പികളൊക്കെ കുറച്ച് കഴുകാനുണ്ട്. എനിക്ക് കുപ്പിയും ഡപ്പിയൊന്നും അധികം ഇല്ല കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ ബക്കറ്റിലെ കവറിൽ ഇങ്ങനെ വെക്കണതുകൊണ്ട് പോയ പ്രാവശ്യമൊക്കെ ഞാൻ ഒഴിവാക്കിയതാട്ടോ പൊട്ടിയിട്ടൊക്കെ. പിന്നെ ഇനി ഒന്ന് അടിച്ച് വാരി തുടക്കണം. അപ്പോൾ റഹീസ് കുട്ടി അവൻ പോവാൻ വേണ്ടി നിൽക്കുക കേട്ടോ. റിയാസ് ഖാനെ കാത്ത് നിൽക്കണം. പ്രിൻഷിമോൾ ഫസ്റ്റ് ട്രിപ്പ് പോയി കേട്ടോ. പിന്നെ നേരത്തെ പാത്രം കഴുകലും വെള്ളം പിടിക്കലും അവൾക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആക്കലൊക്കെ തിരക്കായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മൾ 10 ആളാണെങ്കിലും 10 ആൾക്ക് വേണ്ടി കാണാനിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോലെയൊക്കെ വീഡിയോ ഡെയിലി ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നറിയാം. എന്നാലും ചിലർക്ക് വീഡിയോ ഒന്നും ഇഷ്ടമാവില്ല, ചിലർക്ക് ഇഷ്ടമായിരിക്കും. എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് നമ്മുടെ എല്ലാതും അറിയണതുകൊണ്ട് അധികം വീഡിയോ ഒന്നും കാണാനൊരു ഇതുണ്ടാവില്ല. പക്ഷേ നമ്മളിൽ നിന്ന് ദൂരമുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിക്കണത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ തുണികൾ ഞാൻ തിരുമ്പി വെച്ചാട്ടോ നേരത്തെ. ഇപ്പോൾ വെയിൽ കണ്ടപ്പോൾ വേഗം എടുത്തിട്ടാണ്. പിന്നെ ഡെയിലി തിരുമ്പണത് കൊണ്ട് പിന്നെ അത്ര ഇല്ല കേട്ടോ. ഇന്ന് കുറച്ചുള്ളൂ. പിന്നെ ഇനി അവിടെയൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ച് വിടണം കേട്ടോ മൊത്തത്തിൽ. പിന്നെ മറ്റേ കട്ടിലിൻ്റെ ആ അടിഭാഗം എനിക്ക് പിന്നെ താന്ന് പോകാൻ അടുപ്പ് വേദന ഉള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ റിൻഷിമോൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ അവിടെ ഒന്ന് ശരിയാക്കുക. റിൻഷിമോൾക്ക് റിയാസ്ക്കാർക്ക് ഒഴിവുള്ളപ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു മുല്ല ഇന്നലെ കുത്തിയിടുമ്പോൾ ഒരു കൊമ്പും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് കുത്തിയിട്ടു. മുളക്കൊന്നും അറിയില്ല. മറ്റേ മുല്ലേൻ്റെയാണ് കേട്ടോ. പിന്നെ ഇനി കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ പിന്നെ ഞാൻ തുടക്കുമ്പോൾ എപ്പോഴും തുടച്ച് വിടലുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിടെ അധികം കുപ്പിയൊന്നും ഉണ്ടാവില്ല, ചളയൊന്നും ഉണ്ടാവില്ല. പിന്നെ റിച്ചുകുട്ടി എണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് പനിയൊക്കെ ഇച്ചിരി പനിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുത്താൽ കടത്തിക്കാൻ എണിച്ചിട്ടില്ല. പിന്നെ ഫാത്തിമക്കുട്ടിക്ക് പിന്നെ ഞാൻ പാലും ഇന്ന് രാവിലെ ഉപ്പുമാവാട്ടോ ഉണ്ടാക്കി. റിയാസ്ക്ക് ഉപ്പുമാവ് കഴിക്കാൻ വന്നിട്ടില്ല. രാവിലത്തെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി അങ്ങനെ പോയിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുടക്കണതിൻ്റെ ഇടയിൽ വണ്ടിൻ്റെ സൗണ്ട് കേട്ട് പ്രിയാസ്ക്ക് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തുടക്കൽ നടക്കില്ല. അപ്പോൾ ഞാൻ ഈ റൂം മാത്രം ഒന്ന് തുടച്ചിട്ട് റിയാസ്ക്കാക്ക് മാവ് കൊടുത്തിട്ട് പിന്നെ ബാക്കി തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫോണ് അവിടെ ഇവിടെയൊക്കെ കുത്തിച്ചാരി വെച്ചിട്ടാട്ടോ എടുക്കുന്ന വീഡിയോ. സ്റ്റാൻഡിൻ്റെ കാല് മൂന്നെണ്ണം ഉള്ളത് ഇപ്പോൾ 2 ഉള്ളൂ കേട്ടോ. അതെങ്ങനെയോ പൊട്ടിപ്പോയി. അതുകൊണ്ട് പിന്നെ വീഡിയോ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാട്ടോ. ഫോണ് ചിലപ്പോൾ താഴത്തൊക്കെ വീഴും. പിന്നെ ഇനി ഞാൻ നിസ്കരിക്കുന്ന റൂമും കൂടി ഒന്ന് തുടക്കണം. പിന്നെ ഹാളും പിന്നെ അടുക്കളയും കൂടി തുടക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് റിയാസ്ക്ക് വന്നപ്പോൾ റിയാസ്ക്കാക്ക് ഉപ്പുമാവ് കൊടുത്തു. പിന്നെ ഫാത്തിമക്കുട്ടിക്കും നേരത്തെ കൊടുത്തിട്ട് ആൾക്ക്. പിന്നെ ഇനി എനിക്കും കഴിക്കണം. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കഴിക്കുള്ളൂ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടച്ച് പിന്നെ ഹാളും ഒന്ന് തുടച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറി ഞാൻ എന്താ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ. മീനൊന്നും ഇന്ന് വന്നും തോന്നുന്നു. നേരത്തെ വന്നും തോന്നുന്നു. ഞാൻ ആ സമയത്ത് ബാക്കിലായിരുന്നു. എനിക്ക് വാങ്ങാനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെറുപയർ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ റിയാസ് ഖാനോട് വരുമ്പോൾ പപ്പടമോ മുട്ട എന്തെങ്കിലും ആയിട്ട് വരാൻ പറയണം. അപ്പോൾ തുണികളൊക്കെ ഞാനിങ്ങനെ വേഗം എടുക്കാനുള്ളതായാലും പിന്നെ കുട്ടികളുടെ ഒക്കെ ഒരു ചെയറിലാക്കിയിട്ട് പഴയ ചെയറാട്ടോ. അത് റിയാസ് ഖാൻ്റെ പാപ്പാൻ്റെ ചെയറാട്ടോ. അപ്പോൾ അത് ഓർമ്മക്കായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പഴയതിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ മേലെ ഒരു കൊട്ട വെച്ചിട്ട് അതിൽ കുട്ടികളുടെ തുണികളും പിന്നെ അലമാറയിൽ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയും തുണികളൊക്കെ വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അലമാര ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരു കൊട്ടയും കൂടി മേടിക്കണം. ഉള്ള കൊട്ട ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളുടെ ഇടാനായിട്ട് ഒന്നും കൂടി മേടിക്കണം. പിന്നെ അലമാരൊന്നും ഇല്ല കേട്ടോ. ആ ഒരു അലമാര തന്നെ ഉള്ളൂ. ഇൻഷാ അള്ളാ ഇനി അലമാരയൊക്കെ മേടിക്കണം. ആദ്യം നമുക്ക് സ്വന്തം വീടാവട്ടെ എന്നിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോണയിടത്തേക്കൊക്കെ അങ്ങനെ ഏറ്റിയിട്ട് പോകണ്ടേ.
അതൊക്കെ വിചാരിച്ചിട്ടാട്ടോ ആകെ വാങ്ങാൻ മടിച്ചിട്ട് നിൽക്കണത്. പിന്നെ ഇവിടം വിട്ടതിന് പിന്നെ എവിടെ പോകാമെന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ ഇനി എത്ര കാലം ഇവിടെ ഇരിക്കുന്നൊന്നും അറിയില്ല. പൊളിക്കണ വരെയൊക്കെ നമുക്ക് ഇരിക്കാം. പിന്നെ ഇതാ അങ്ങനെ തുടക്കൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലം നമ്മുടെ ബാക്കിലത്തെ സ്ഥലമൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷങ്ങളാട്ടോ അവർ പറയുന്നത്. 1 സെൻറ്റിന് 7 ലക്ഷമൊക്കെയാണ് പറയണത് കേട്ടത് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് എത്രയാണെന്ന് അറിയില്ല. അവിടെ വിറക് ഉണ്ടാക്കാൻ വരുന്ന ഒരു വയസ്സായ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. 1 സെൻറ്റിന് 1 ലക്ഷം വെച്ചിട്ടൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മൊത്തം ഇവിടെ ഈ തൊടി മൊത്തം കൊടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു അവർക്ക്. പിന്നെ അപ്പോൾ എന്താവോ അല്ലെ, ആരാ വാങ്ങണ നല്ല പണമുള്ളവരാണെങ്കിൽ വാങ്ങിയ ഫ്ലാറ്റൊക്കെ കെട്ടി ഇങ്ങനെ റെൻറ്റിന് വിടാം കേട്ടോ. ഉള്ളവർക്കൊക്കെ നമ്മളെപ്പോലുള്ളവർക്കൊന്നും ആരോ ഇന്നാൾ കമൻറ്റിൽ പറഞ്ഞത് കുറച്ച് അങ്ങനെയൊന്നും ആരും കൊടുക്കും. എത്ര മുതലുണ്ടെങ്കിലും ഒരാൾക്ക് വെറുതെ ആരും കൊടുക്കില്ല. കൊടുക്കാൻ മനസ്സുള്ളവർ കൊടുക്കും കേട്ടോ, ഇല്ലാതല്ല. എന്തായാലും നമ്മുടെ ഇവിടെ ഉള്ള ആരും കൊടുക്കില്ല. എന്താ നമുക്ക് പഠിച്ചോന്ന് തന്നെ തരേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ലോട്ടറി അടിക്കേണ്ടി വരും. അല്ലാണ്ട് പാവപ്പെട്ടവർക്കൊന്നും ആരും കൊടുക്കില്ല, സ്ഥലം ഇങ്ങനെയൊന്നും കൊടുക്കില്ല. പിന്നെ എന്താ പറയുക, നിയോഗം ഒക്കെ പറഞ്ഞ പോലെ എവിടെ എന്താ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീടാകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് മരിക്കണതിൻ്റെ ഉള്ളിൽ ഒരു ചാളപ്പരയിൽ ഇരിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊതിയല്ലേ, വീടില്ലാത്തവർക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു കൊതിയല്ലേ. അപ്പോൾ എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പോൾ ആദ്യത്തെ പോലെ എന്താ പറയുക, നമുക്ക് വീട് കണ്ടിട്ട് ഇങ്ങനെ ഇതാവണമെന്ന് ഞാനാവുന്നതും ലൈഫ് മിഷനിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതുവരെ ഒന്നും അതിൻ്റെ ചെത്തം ചൂരൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ അത് വാങ്ങാനും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണണ്ടേ. എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ. പിന്നെ ആരും മനസ്സ് വെക്കണില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം, അതും ഇല്ല. അങ്ങനെയൊക്കെ പോണു. അപ്പം അതിൻ്റെ ഒരു ഇതേ ഇല്ല കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ചിന്ത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്ലഷർ അടിക്കും. അപ്പോൾ ഇതാ ഞാൻ ഇനി അതൊന്നും പറയണില്ല. നമുക്ക് ആവുന്ന കാലത്ത് ആവട്ടെ. അപ്പം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക കേട്ടോ, വേഗം വീടൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീടിപ്പോൾ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഹോം ടൂർ ചെയ്യണം, നമ്മുടെ പുതിയ ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യണം. ആരെങ്കിലും കമൻറ്റ് ഇടുകയാണെങ്കിൽ ചെയ്യണം കേട്ടോ. എന്താണ് പിന്നെ ഇതാ ഞാൻ ഗുളിക കഴിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുളിക ഒന്ന് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഗുളികയുടെ അപ്പം കണ്ടപ്പോഴാട്ടോ ഓർമ്മ. പിന്നെ ഇതാ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ജഗ്ഗിലിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ചെറുപയർ. അപ്പോൾ കുട്ടികൾ എടുത്ത് പൊട്ടിക്കും. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. വെള്ളം കുടിക്കണ ജഗ്ഗാട്ടോ. ഇപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളതിനെ തട്ടി പൊട്ടിക്കും. അപ്പോൾ ഇതാ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. വലിയ ഉള്ളിയും തക്കാളിയും ചെറുപയറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. പിന്നെ തേങ്ങ അരച്ചിട്ട് വെക്കണതുകൊണ്ട് ചെറുപയർ പരിപ്പ് പോലെ കേട്ടോ. അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കണതാട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ ചാറ് തോനെ വേണം. അവരൊക്കെ റഹീസ് കുട്ടിയൊക്കെ നല്ല മുക്കി ഒഴിച്ച് ചോറ് കഴിക്കുള്ളൂ കേട്ടോ. കൂട്ടാനൊന്നും വേണ്ട, വെറും കറി കിട്ടിയാൽ മതി കേട്ടോ അവർക്കൊക്കെ. പിന്നെ ഫാത്തിമ കുട്ടിക്കും കറിനോട് ഭയങ്കര ഇഷ്ടമാണ്. നനച്ച് കൊടുത്താലും പറ്റില്ല കേട്ടോ, നല്ല ഒഴിച്ചാലേ അവരൊക്കെ കൂട്ടുള്ളൂ. അപ്പം ഞാനിതാ വേഗം കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് കേട്ടോ. പിന്നെ എന്താണ് ഇനിയിപ്പോൾ റിയാസ്ക്ക് പിന്നെ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ. ഒരു ഓട്ടം വിളിച്ചപ്പോൾ പോയി. പിന്നെ ഫാത്തിമക്കുട്ടിനെ ഞാനിന്ന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റിയാസ്ക്കൊക്കെ ആ സമയത്തൊരു ഓട്ടം ഉണ്ട് പറഞ്ഞിട്ട്, പിന്നെ ഓട്ടം ഉള്ളതുകൊണ്ട് എനിക്ക് ആ സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഓട്ടം കളഞ്ഞിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും 2 ഓട്ടം കിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി ദൂരത്തേക്ക് ഒരു ഓട്ടം കിട്ടിയപ്പോൾ അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഞാൻ ഫാത്തിമാനെ ഇന്ന് സ്കൂളിലേക്ക് വിട്ടില്ല. പിന്നെ അതാ ഞാൻ ചെറുപയറിൽ കുറച്ച് തേങ്ങ കൂട്ടിട്ടോ. അപ്പോൾ ചെറുപയറിൽ കുറച്ച് ഞാൻ മുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് എരിവൊക്കെ ഉള്ളത് നല്ലതല്ലേ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചപ്പ് പോലെ ഇരിക്കും. അപ്പോൾ ഒരു 4 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ പുളിപ്പിന്. പിന്നെ അത് കൂട്ടിഞ്ഞ് ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചെറുപയർ കറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി ഒഴിച്ച് കഴിക്കാനാട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ റഹീസ് കുട്ടിക്കും തോനെ കറി വേണം. അപ്പോൾ ഞാൻ കുറച്ച് വെച്ചാൽ തികയില്ല. അപ്പോൾ രാത്രിക്കും ഉച്ചക്കൽക്കൊക്കെ വേണ്ടേ. പിന്നെ രാത്രി ചിലപ്പം എനിക്ക് റാഗിയോ അല്ലെങ്കിൽ ചപ്പാത്തി 2 അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്നിങ്ങനെ ഉണ്ടാക്കും. ചിലപ്പോൾ റാഗി ആയിരിക്കും, ഇല്ലെങ്കിൽ മറ്റേ സേമിയ ആയിരിക്കും. അങ്ങനെ ഓരോന്ന്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ റവ ഉണ്ടാക്കിയത്.
അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ റിജുക്കുട്ടി വന്ന് ഫ്രിഡ്ജിൽ ഇങ്ങനെ കളിക്കുക കേട്ടോ. അവൾ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു ട്രൗസർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അവിടെ ഒരു പിക്ചർ കൊടുത്തു കേട്ടോ. നമുക്ക് ഇങ്ങനെ കുട്ടികൾ ഡ്രസ്സിലാണ്ടൊക്കെ വീഡിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെറുതായിട്ട് സ്റ്റിക്കറൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ റിയാസ്ക വടയൊക്കെ പോയി വന്ന് വരുമ്പോൾ ഇതാ റിജുക്കുട്ടിക്ക് പിന്നെയും ജ്യൂസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടവും മുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് വേഗം മുട്ട പൊരിച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റിജുക്കുട്ടിക്ക് ഉള്ളിയില്ലാണ്ട് മുട്ട പൊരിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ റിയാസ്കാക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ, അതേ നല്ല എരിവാട്ടോ. അപ്പോൾ അതും പൊരിച്ച് രണ്ടാൾക്കും ചോറ് കൊടുക്കുക. ഫാത്തിമക്കുട്ടിക്ക് പിന്നെ ഉള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അവൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എരിവുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് മൂന്നാൾക്കും ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ ബാക്കി ഇനി കുറച്ച് തുണി മടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ നിസ്കാരം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇനി കുറച്ച് തുണി മടക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാ ഇനി മുട്ട എനിക്ക് ക്ഷമയില്ല കേട്ടോ. എന്തെങ്കിലും ചട്ടിയിലിട്ട് അത് വേഗം ആവണം, ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വേഗം മറിച്ചിടുമ്പോൾ ചിലപ്പം വേഗം പൊട്ടിയൊക്കെ പോകും കേട്ടോ. ഭംഗിയൊന്നും ഉണ്ടാവില്ല മുട്ടക്ക്. അപ്പോൾ ഇട്ടതും വേഗം മറിച്ചിടാൻ നോക്കും ഞാൻ, അങ്ങനത്തെ ഒരാളാണ്. അതേപോലെ തന്നെ ദോശ ചുടുകയാണെങ്കിലും കേട്ടോ, ക്ഷമ പറയണത് ഇല്ല. എനിക്ക് വേഗം ആവണം, അങ്ങനെയാണ്. പിന്നെ വീഡിയോക്ക് ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ പിന്നെ ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ നമ്മുടെ അന്നന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റൊക്കെ ചെയ്തോളി. അപ്പോൾ കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കമൻറ്റ് നിങ്ങൾ ചെയ്തോളൂ. എന്നാലും ആരും അത്ര കമൻറ്റൊന്നും ചെയ്യണില്ല കേട്ടോ, കുറച്ച് പേര് മാത്രമേ ചെയ്യണുള്ളൂ. നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവർ മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ എന്താ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഒത്തിരി കൂടി ഒന്ന് വൃത്തിയായി കേട്ടോ. പിന്നെ വെയിലുള്ളത് കൊണ്ട് വേഗം ഉണങ്ങുന്നുണ്ട്. പിന്നെ ഇതാ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തുണികളൊക്കെ ഒന്ന് മടക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ കുറച്ച് നേരം ഒന്നിങ്ങനെ കിടക്കണം. പിന്നെ ഇപ്പോൾ പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുക്കള പണിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകും കേട്ടോ. പിന്നെ ഇതാ ഇനി കുറച്ച് തുണികൾ ഇന്നലത്തെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണങ്ങണത് നാളെ മടക്കി വെക്കും കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക് ഒന്നായി മടക്കാനും മടിയാണ്. എനിക്ക് തുണികൾ മടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ചടപടാന്നൊക്കെ മടക്കി വെക്കും. തുണികൾ എത്ര നമ്മൾ മടക്കി എടുത്ത് വെച്ചാലും നമ്മുടെ മക്കൾ നിന്നൊക്കെ വലിച്ചിടും, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് എലികൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ കുറേ എലിക്കാട്ടൊക്കെ കിട്ടിയിട്ടോ. ഹാള് വൃത്തിയാക്കുമ്പോൾ ഇവിടെ ഉള്ളൊരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ. അപ്പോൾ കുറച്ച് അട്ടപ്പെട്ടിയിൽ കുറച്ച് നമ്മൾ റേഷൻ കടയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സെഞ്ചുകളൊക്കെ കേട്ടോ. പിന്നെ ഒരു ബക്കറ്റിൽ അരി തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയിട്ട് വേണം കേട്ടോ. ചോറ് വെക്കണ അരിയൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പം ഇനി പ്രാവശ്യം അരിക്ക് പോയിട്ടില്ല, അരി വാങ്ങിയിട്ട് വേണം ഇനി ചോറ് വെക്കാനൊക്കെ ആയിട്ട്. അപ്പം അരിയൊക്കെ തീർന്നു പോയി കേട്ടോ. അപ്പോൾ അരി തീരുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ. പിന്നെ വേഗം പോയ പ്രാവശ്യം കിട്ടിയില്ലല്ലോ. പോയ പ്രാവശ്യം ഫുള്ളും റേഷൻ കടയിൽ നിന്ന് പച്ചരി കേട്ടോ കിട്ടി. നമുക്ക് ചോറ് വെക്കുന്ന അരി കിട്ടിയില്ല, എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ പ്രാവശ്യം അതുമല്ല മണ്ണെണ്ണയെ തീരെ കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ തൊടിയിലിങ്ങനെ ഒഴിച്ച് മതിലിനോടൊക്കെ ഒന്ന് ഇത്തിരി മണപ്പിക്കാമെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയും കിട്ടാൻ വഴിയില്ല കേട്ടോ. എന്താണ് അപ്പം ആദ്യത്തെ പോലെ ഒന്നും ഇപ്പോൾ മണ്ണെണ്ണയും കിട്ടാൻ വഴിയില്ല. ഞാൻ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് വീടിന് ചുറ്റും ഒന്ന് ഇങ്ങനെ തെളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗമൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ പാമ്പുക്കുട്ടന്മാരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മണ്ണെണ്ണ കിട്ടിയാൽ നനച്ച് വിടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടാൻ വഴിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് തുണികൾ റിജുക്കുട്ടി ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വടക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അംഗനവാടിക്ക് പോകാൻ തുടങ്ങിയാൽ അവൾക്ക് പനി വരും ചെയ്യും. അപ്പോൾ ഞാനിന്ന് അംഗനവാടിയിലേക്ക് വിട്ടില്ല, നോക്കട്ടെ 2 ദിവസം കൊണ്ട് നോക്കിയിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ പല ഭാഗത്തും ഓരോ പനികളല്ലേ, പനി വരുമ്പോൾ ആകെ പേടിയാണ് എന്താണ്. പിന്നെ ഞാൻ അലമാരയിലൊക്കെ മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഹാളിലും കുറച്ച് തുണികളുണ്ട്, അത് ഇന്നലെ രാത്രി തിരുമ്പിയിട്ടാ കേട്ടോ. അപ്പോൾ അതും ഒന്ന് പിന്നെ ഉണങ്ങിയിട്ട് മടക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തുണികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.